ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ CMA കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് +2 കഴിഞ്ഞാൽ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണോ, CAക്ക് പോകണോ, CMA ചെയ്യണോ, CS ചെയ്യണോ എന്നുള്ളത്. അപ്പൊ അതിനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ഇതിലൂടെ പറയാൻ പോകുന്നത്. CMA എങ്ങനെയുള്ള ഒരു കോഴ്സാണ്, എന്താണ് അതിന്റെ സ്കോപ്പ് എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. CMA ബേസിക്കലി ഫിനാൻസ്, അക്കൗണ്ട്സ്, ഓഡിറ്റ്, മാനേജ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ് ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇത് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICAI CMA ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ബേസിക്കലി 3 ലെവൽസ് വരുന്നുണ്ട്: ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ. ഈ 3 ലെവലും നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ക്വാളിഫൈഡ് CMA ആയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം. CMA കഴിഞ്ഞവർക്ക് പ്രൈവറ്റ് കമ്പനീസ്, ഗവൺമെന്റ് സെക്ടർ, ബാങ്കിങ്, ഓഡിറ്റ് ഫേംസ്, MNC എല്ലായിടത്തും നല്ല ഡിമാൻഡാണ് ഉള്ളത്. ഷോർട്ടായി പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിലും ഫിനാൻസിലും കരിയർ ബിൽഡ് ചെയ്യാൻ CMA ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലൂടെ CMA സിലബസിനെ കുറിച്ചും ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചും എല്ലാം നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. CMA എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് www.icmai.in ആണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ ഡീറ്റെയിൽസ്, കോഴ്സ് റിലേറ്റഡ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഫീസ് സ്ട്രക്ചർ, എക്സാമിനേഷൻ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. സോ നമ്മുടെ CMA കോഴ്സിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: ഫൗണ്ടേഷൻ ലെവൽ, ഇന്റർമീഡിയറ്റ് ലെവൽ ആൻഡ് ഫൈനൽ ലെവൽ. അപ്പൊ ആദ്യം നമുക്ക് ഫൗണ്ടേഷൻ ലെവലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ ഫൗണ്ടേഷനിൽ നമ്മൾ 4 പേപ്പേഴ്സ് ആണ് കവർ ചെയ്യുന്നത്. പേപ്പർ 1 ഫണ്ടമെന്റൽസ് ഓഫ് ബിസിനസ് ലോസ് ആൻഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. പേപ്പർ 2 ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ്. പേപ്പർ 3 ഫണ്ടമെന്റൽസ് ഓഫ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. പേപ്പർ 4 ഫണ്ടമെന്റൽസ് ഓഫ് ബിസിനസ് എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ്. സോ നിങ്ങൾ +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് ഫൗണ്ടേഷൻ കോഴ്സിന് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ ഈ 4 പേപ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. അപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഓരോ പേപ്പറും 100 മാർക്കിലായിരിക്കും. സോ ടോട്ടൽ 400 മാർക്ക്. അതിൽ ഔട്ട് ഓഫ് 400 നിങ്ങൾ 200 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഓരോ പേപ്പറിലും ഇൻഡിവിജ്വലി 40 മാർക്ക് സ്കോർ ചെയ്യണം. ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിന്റെ ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് OMR ബേസ്ഡ് ആണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ. 50 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. സോ നിങ്ങൾ ഔട്ട് ഓഫ് 100 മിനിമം 40 മാർക്കെങ്കിലും സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ പേപ്പറും ഇൻഡിവിജ്വലി ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതില് വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സോ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷന്റെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. സോ പേപ്പർ 1 100 മാർക്ക്, പേപ്പർ 2 100 മാർക്ക്, പേപ്പർ 3 100, പേപ്പർ 4 100, ടോട്ടൽ 400 മാർക്ക്. ഔട്ട് ഓഫ് ദാറ്റ് നിങ്ങൾ 200 മാർക്ക് സ്കോർ ചെയ്യണം. ആൻഡ് ഇൻഡിവിജ്വലി ഓരോ പേപ്പറിലും 40 ഓർ എബോവ് നിങ്ങൾ സ്കോർ ചെയ്യാം. ഇതാണ് പാസ് മാർക്ക് ക്രൈറ്റീരിയ. ഇനി നമ്മളുടെ എക്സാംസ് മെയിൻ ആയിട്ട് നടക്കുന്നത് ജൂണിലും ഡിസംബറിലാണ്. സോ ഒരു വർഷം 2 തവണ ആയിട്ടാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ ജൂൺ എക്സാം ആണ് എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ആണെങ്കിലും ഫൈനൽ ആണെങ്കിലും നിങ്ങളുടെ രജിസ്ട്രേഷൻ 31 ജാനുവരിക്ക് മുൻപ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ജൂൺ അറ്റംപ്റ്റ് എഴുതുന്നവര് 31 ജാനുവരിന് മുൻപും, അതേപോലെ ഡിസംബർ അറ്റംപ്റ്റ് ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് മുൻപ് വരുന്ന 31 ജൂലൈന്റെ മുൻപായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ വരാൻ പോകുന്ന ജൂണോ ഡിസംബർ എക്സാമോ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മൾക്ക് കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് 2 ടൈപ്പ് ഓഫ് കോച്ചിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓറൽ കോച്ചിങ്ങും അതേപോലെ തന്നെ പോസ്റ്റൽ കോച്ചിങ്ങും അവൈലബിൾ ആണ്. ഓറൽ കോച്ചിങ് എന്ന് പറയുന്നത് നമ്മളെ CMA ചാപ്റ്റേഴ്സിൽ ഡയറക്ട്ലി പോയിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് അവർ തരുന്ന ടെസ്റ്റ് പേപ്പേഴ്സും എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് ഓറൽ കോച്ചിങ് എന്ന് പറയുന്നത്.
പോസ്റ്റൽ കോച്ചിങ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് എക്സാംസ് മാത്രം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ അഡ്രസ്സിലേക്ക് കൊറിയർ അയച്ചു തരും. അപ്പൊ നമുക്ക് മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി നമ്മുടെ ഇന്റർമീഡിയറ്റ് കോഴ്സിൽ ടോട്ടൽ 8 പേപ്പേഴ്സ് ആണ് വരുന്നത്. അതിനെ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. ഗ്രൂപ്പ് 1ൽ തന്നെ 4 പേപ്പേഴ്സ്, പേപ്പർ 5, 6, 7, 8. ഗ്രൂപ്പ് 2ൽ 4 പേപ്പേഴ്സ്, പേപ്പർ 9, 10, 11, 12. പേപ്പർ 5 ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ്, പേപ്പർ 6 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, പേപ്പർ 7 ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സേഷൻ, പേപ്പർ 8 കോസ്റ്റ് അക്കൗണ്ടിംഗ്. സിമിലർലി ഗ്രൂപ്പ് 2ൽ വരുന്നത് അഗെയിൻ 4 പേപ്പേഴ്സ് ആണ്. പേപ്പർ 9 ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, പേപ്പർ 10 കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, പേപ്പർ 11 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ്, പേപ്പർ 12 മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ 2 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഗ്രൂപ്പ് 1 ആൻഡ് 2. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഏതർ നിങ്ങൾക്ക് ഗ്രൂപ്പ് 1ഓ അല്ലെങ്കിൽ ഗ്രൂപ്പ് 2ഓ കമ്പൈൻ ചെയ്തിട്ട് 8 പേപ്പേഴ്സും നിങ്ങൾ എഴുതാൻ വില്ലിംഗ് ആണെങ്കിൽ 8 പേപ്പേഴ്സും സിംഗിൾ അറ്റംപ്റ്റിലും എഴുതാൻ പറ്റും. സോ നിങ്ങളുടെ ചോയ്സ് ആണ് ഏത് ഗ്രൂപ്പ് ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് 2 ആദ്യം തന്നെ എഴുതാം, അല്ല ഗ്രൂപ്പ് 1 കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് 2 എഴുതണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. സോ നിങ്ങളുടെ ചോയ്സ് ആണ് ഏത് ഗ്രൂപ്പ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ബോത്ത് ഗ്രൂപ്പ്സ് തന്നെ ചൂസ് ചെയ്തിട്ട് എക്സാം എഴുതണമെന്നുള്ളത്. ബട്ട് ഇവിടെ എക്സാം പാറ്റേണിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ ഫൗണ്ടേഷനിൽ കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിരുന്നു, OMR ബേസ്ഡ് ആണെന്ന് പറഞ്ഞു. ബട്ട് ഇവിടെ അങ്ങനെയല്ല, കോമ്പിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് ഫൈനലിലും സെയിം തന്നെയാണ്. അപ്പൊ ഓരോ സബ്ജക്റ്റിലും അതിൽ വരുന്ന യൂണിറ്റ്സ്, അതിന്റെ വെയിറ്റേജ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സ്റ്റഡി മെറ്റീരിയലിൽ തന്നെ ആ വെയിറ്റേജിന്റെ ബേസിലായിരിക്കും നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത്. അപ്പൊ അവിടെ മാർക്കിന്റെ ക്രൈറ്റീരിയയിൽ ഡിഫറൻസ് ഒന്നുമില്ല. ഇൻഡിവിജ്വലി ഓരോ പേപ്പറും 100ലായിരിക്കും. അതിൽ നമ്മൾ 40 മാർക്ക് ഈച്ച് സ്കോർ ചെയ്യണം. ഔട്ട് ഓഫ് 400 200 മാർക്ക് സ്കോർ ചെയ്യണം. ഇനി ബോത്ത് ഗ്രൂപ്പ് ആണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 800 400 മാർക്ക് സ്കോർ ചെയ്യണം. ഇതാണ് ഇത് ക്വാളിഫൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയ. ബട്ട് നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് എഴുതണം എന്നുണ്ടെങ്കിൽ, ബോത്ത് ഗ്രൂപ്പ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം. അതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് സോഫ്റ്റ് ആൻഡ് ടെക്നിക്കൽ സ്കിൽ ട്രെയിനിങ്. 140 അവേഴ്സിന്റെ സാപ്പ് ട്രെയിനിങ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് ട്രെയിനിങ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, ഫയലിംഗ് ട്രെയിനിങ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്താൽ മാത്രമാണ് 2 ഗ്രൂപ്പും നിങ്ങൾക്ക് ഒരുമിച്ച് എഴുതാൻ പറ്റുള്ളൂ. അല്ല, ഒരു ഗ്രൂപ്പ് എഴുതുന്നതിന് വിരോധമില്ല. നെക്സ്റ്റ് ഗ്രൂപ്പും കൂടി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ ട്യൂട്ടോറിയൽ വർക്ക്ഷോപ്സ് ഒരു 40 അവേഴ്സിന്റെയും കൂടി ഇതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ CMA ഫൈനൽ കോഴ്സാണ്. ഫൗണ്ടേഷനും ഇന്റർമീഡിയറ്റും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, ഫൈനൽ എഴുതാം. അപ്പൊ ഫൈനലിലും എഗെയിൻ 8 പേപ്പേഴ്സ് വരുന്നുണ്ട്. അതിൽ ഗ്രൂപ്പ് 3 ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 പേപ്പേഴ്സ്, പേപ്പർ 13, 14, 15 ആൻഡ് 16. പേപ്പർ 13 കോർപ്പറേറ്റ് ആൻഡ് എക്കണോമിക് ലോസ്, പേപ്പർ 14 സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പേപ്പർ 15 ഡയറക്റ്റ് ടാക്സ് ലോ ആൻഡ് ഇന്റർനാഷണൽ ടാക്സേഷൻ, പേപ്പർ 16 സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ്. ഗ്രൂപ്പ് 4 അഗെയിൻ 4 പേപ്പേഴ്സ് നമ്മൾ എഴുതണം. പേപ്പർ 17 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഡിറ്റ്, പേപ്പർ 18 കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, പേപ്പർ 19 ഇൻഡയറക്റ്റ് ടാക്സ് ലോസ് ആൻഡ് പ്രാക്ടീസ്. പേപ്പർ 20ൽ നിങ്ങൾക്കൊരു എലക്റ്റീവ്സ് വരുന്നുണ്ട്. 3 ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ നിങ്ങൾക്ക് വേണ്ട ഇഷ്ടമുള്ള എലക്റ്റീവ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഫസ്റ്റ് വൺ സ്ട്രാറ്റജിക് പെർഫോമൻസ് മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് വാല്യുവേഷൻ, സെക്കൻഡ് റിസ്ക് മാനേജ്മെന്റ് ഇൻ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, തേർഡ് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ്. ഈ 3 ഏതെങ്കിലും ഒരു എലക്റ്റീവ് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. അതാണ് പേപ്പർ 20. മാർക്കിംഗ് ക്രൈറ്റീരിയ ഇന്റർമീഡിയറ്റിന് പറഞ്ഞതുപോലെ തന്നെയാണ്. ഓരോ ഗ്രൂപ്പിലും ഔട്ട് ഓഫ് 400 200 സ്കോർ ചെയ്യണം. ഇൻഡിവിജ്വലി ഒരു പേപ്പറിൽ ഔട്ട് ഓഫ് 100 40 മാർക്ക് സ്കോർ ചെയ്യണം. അതിലൊന്നും ഡിഫറൻസ് ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ CMA കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. ഫൈനൽ കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് ഇൻഡസ്ട്രി ഓറിയന്റഡ് ട്രെയിനിങ് പ്രോഗ്രാം 7 days IOTP ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതേപോലെ തന്നെ 15 month ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് വരുന്നുണ്ട്. എസ്റ്റാബ്ലിഷ്ഡ് CA ഓർ CMA ഫോമിൽ പോയിട്ട് നിങ്ങൾ 15 months വർക്ക് ചെയ്യണം. ഓർ എൽസ്
പ്രിസ്ക്രൈബ്ഡ് ടേൺ ഓവർ ഉള്ള കമ്പനീസ് ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ 15 മന്ത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഫൈനൽസിലെ ബോത്ത് ഗ്രൂപ്പ്സ് എഴുതാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ ഫീ സ്ട്രക്ചർ ആണ്. ഫൗണ്ടേഷന് പ്രോസ്പെക്ടസ് നമ്മൾ ഒബ്വിയസ്ലി വാങ്ങണം. അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 250 ആണ്. കോഴ്സ് ഫീ വരുന്നത് 6000 റുപ്പീസ് ആണ്. സോ ടോട്ടൽ 6250 റുപ്പീസ് ഇനീഷ്യൽ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് ഇന്റർമീഡിയറ്റ് ലെവല് നിങ്ങൾക്ക് 23,100 റുപ്പീസ് ആണ് ടോട്ടൽ ഇന്റർമീഡിയറ്റ് കോഴ്സ് ഫീ. ഇത് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാനായിട്ട് പറ്റും. ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷനിൽ ആദ്യത്തെ രജിസ്ട്രേഷൻ ടൈമിൽ 12,000ഉം എക്സാമിന് മുൻപായിട്ട് 11,100ഉം പേ ചെയ്താൽ മതി. അങ്ങനെ 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാം. ഫൈനലിന്റെ ഫുൾ എമൗണ്ട് വരുന്നത് 25,000 റുപ്പീസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. രജിസ്റ്റർ ചെയ്യുമ്പോൾ 15,000 റുപ്പീസ് രജിസ്റ്റർ ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ബുക്സും കാര്യങ്ങളും എല്ലാം വീട്ടിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് 10,000 റുപ്പീസ് ബിഫോർ ദ എക്സാം നമ്മൾ പേ ചെയ്യണം. അങ്ങനെ ടോട്ടൽ 25,000 ആണ് വരുന്നത്. എക്സാം ഫീ എന്ന് പറയുന്നത് ഫോർ ഫൗണ്ടേഷൻ 1,500 ആണ്. ഇന്റർമീഡിയറ്റിനും ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ 1,500ഉം 2 ഗ്രൂപ്പ് കമ്പൈൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ 2,800ഉം പേ ചെയ്യണം. ഫൈനൽസിന് ഒരു ഗ്രൂപ്പ് എഴുതാനായിട്ട് 1,800ഉം 2 ഗ്രൂപ്പും കമ്പൈൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ 3,200 റുപ്പീസും ആണ് എക്സാം ഫീ ആയിട്ട് വരുന്നത്. അത് ഈ പറയുന്ന എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഒരു 2 months ബിഫോർ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എക്സാമിനും രജിസ്റ്റർ ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ CMA ക്രൈറ്റീരിയാസ് ആയിട്ട് പറയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന CA പോലെ തന്നെ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ് CMA എന്ന് പറയുന്നത്. CMA റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സോ എല്ലാവരും ആലോചിച്ചിട്ട്, നമ്മുടെ കരിയർ ആണ്, സോ നമ്മൾ ആലോചിച്ചിട്ട് ഒരു പെർട്ടിക്കുലർ കോഴ്സ് ചൂസ് ചെയ്യുക, സ്ട്രോങ് കരിയർ ബിൽഡ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.